ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എക്സാം തീയതി വന്നിട്ടുണ്ട്. സോ ഈ ഒരു എക്സാമിന് എത്ര കാൻഡിഡേറ്റ്സ് ആണ് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ കൊടുത്തത്, നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ആയിരിക്കും തുടങ്ങിയവ മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ വരുന്നത് 276/2024 ആണ്. ഡേറ്റ് ഓഫ് എക്സാം 18/8/2025 തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ എക്സാം. August 18 മൺഡേ ആണ് എക്സാം വരുന്നത്. 8198 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നതിൽ കൺഫർമേഷൻ കൊടുത്ത ആപ്ലിക്കൻസിന്റെ എണ്ണം നോക്കൂ, വെറും 5027 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. അപ്പോൾ ഈ 5027 പേരാണോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ അല്ല. അതെങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ആപ്ലിക്കേഷൻ കൊടുത്തതിൽ നിന്നും വലിയൊരു സ്ക്രീനിങ് കൺഫർമേഷൻ കൊടുത്തപ്പോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി OMR എക്സാം എഴുതാൻ വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഇതിലും കുറവായിരിക്കും. അപ്പൊ ആ ഒരു കൺഫർമേഷന്റെ കട്ട് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആപ്ലിക്കൻസിന്റെ എണ്ണം 100% എടുക്കുകയാണെങ്കിൽ അതിൽ 70% പോലും OMR എക്സാം അറ്റൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ OMR എക്സാം അറ്റൻഡ് ചെയ്യാൻ വരുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും ഓൺ ആൻ ആവറേജ് അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഫുൾ സിലബസ് കവർ ചെയ്ത് വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഈ 100-ൽ 40% എടുക്കാം. അതിൽ തന്നെ ഫുൾ സിലബസും റിവിഷനും കവർ ചെയ്ത് വരുന്നവർ ഏകദേശം ഒരു 20% ഉണ്ടാവുള്ളൂ. എല്ലാം അപ്രോക്സിമേഷൻസ് ആണ്. എന്നാലും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ലെവലാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. ഇനി അതിൽ തന്നെ ഫുൾ സിലബസും റിവിഷനും മോക്ക് ടെസ്റ്റും ക്ലിയർ ചെയ്തിട്ട് വരുന്നവർ 15% ആയിരിക്കും. പക്ഷേ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഫുൾ സിലബസും കൃത്യമായിട്ടുള്ള ഫുൾ സിലബസ് കവറേജും കൃത്യമായിട്ടുള്ള റിവിഷൻ പ്ലാനും അതിനനുസരിച്ചുള്ള റിവിഷനും ഒരു ക്വാളിറ്റി മോക്ക് ടെസ്റ്റും ഒരു റൈറ്റ് മെന്റർഷിപ്പും നേടി വരുന്നത് 5% അതിൽ കുറവോ കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും കോമ്പീറ്റ് ചെയ്യേണ്ടത് ഈ 15 മുതൽ 5% വരെ, അതായത് ഒരു 10%-ൽ താഴെ വരുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ശരിക്കും പറഞ്ഞ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അവരോട് കോമ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അഡ്വൈസ് കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 0.2%. അപ്പോൾ ഈ 5 മുതൽ 10% വരെ ഉദ്യോഗാർത്ഥികളോട് കോമ്പീറ്റ് ചെയ്താണ് നമ്മൾ ഈ 0.2%-ലേക്ക് എത്തേണ്ടത്. ഇപ്പോൾ അവിടെ എത്താനായിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും സിലബസ് കവർ ചെയ്തിരിക്കുക. ഫുൾ സിലബസ് കവറേജ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സ്മാർട്ട് നോട്ട് മേക്കിംഗ്, പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ, ടോപ്പിക് വൈസ് എക്സാം, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം, ടൈം മാനേജ്മെന്റോട് കൂടിയുള്ള എക്സാം, ഫീഡ്ബാക്കോട് കൂടിയത്. അതുപോലെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് കറക്റ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള മെന്റർഷിപ്പും എപ്പോഴുമുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് ത്രൂ ഔട്ട് അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ആ ഒരു കൺസിസ്റ്റൻസി സ്മൂത്ത് ആയിട്ട് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ റോളർ കോസ്റ്റർ മൂവ്മെന്റിൽ ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ റാങ്കും അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് നോട്ട് കംപ്ലീഷനും ക്വിക്ക് റിവിഷൻ പ്ലാനുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ സ്റ്റഡീസിൽ നമുക്ക് മെമ്മറി ടെക്നിക്കൊക്കെ നമുക്ക് എന്തൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് ഓൺലൈൻ ബാച്ച് ടെക് പി എസ് സി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. 20ഓളം മോഡൽ എക്സാമുകൾ, ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എഴുതാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു എക്സാമിന്റെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെയുമായിരിക്കും. മറ്റൊരു ആകർഷകമായിട്ടുള്ള കാര്യം, ഉയർന്ന റാങ്കിൽ എത്തുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിനുള്ള അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും
ടെക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.